കോട്ടക്കൽ പാലപ്രപ്പള്ളിയിൽ മോഷണം നടത്തിയ ആൾ പിടിയിൽ. അതെ, പൈസ എത്ര ഉണ്ടെന്ന് പറഞ്ഞത്? ബാക്കി ഇവിടെ തന്നെ പരസ്യോ? അതല്ല, ഒരു ദിവസം ഒരു 9,660 ശരാശരി ഞങ്ങളെ വരുമാനമുള്ളതാണ്. ചുരുങ്ങിയത് എന്തായാലും ഒരു 5 ദിവസം പിന്നെ ചിലപ്പോ പൈസ കിട്ടിയതൊക്കെ പറയും. പക്ഷെ അത് എടുത്തന്നെ നമ്മൾ വൃത്തിയായിട്ട് കാണുന്നുണ്ട്. കൈയോട്ട് വാരി വാരുണ്ട്. എന്നിട്ട് അതിലൊക്കെ 500 നോട്ട് തന്നെയാണോ? പിന്നെ 7,014 പോരത്? ഇത്ര കറക്റ്റ് 2 രൂപ കൂടുതൽ ഇവൻ പറഞ്ഞത് യൂട്യൂബില് നിങ്ങളുടെ പള്ളിയെ പറ്റിയിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് സ്ഥല പള്ളിയാണ് അത്. അപ്പൊ അവന് മനസ്സിലായി അവിടെ പൈസ ഉണ്ടാവുന്നു. അതാണ് എന്റെ മോഡൽ. മുന്നോട്ട് ഒന്നും ഇല്ല, ഒന്നുമില്ല. അന്ന് 5 മണിക്കാവുന്ന ഓർമ്മ കൂടെ ഒരു ടീഷർട്ട് ഇട്ടാണ് ഒരാള്. 5 മണിക്ക് വന്നിട്ട് എന്ത് ചെയ്ത് പോയി നോക്കി. എത്രയ്ക്ക് നീ വന്ന് രാത്രി? പിന്നെ ഞാൻ അവിടെ പോയി കിടന്നു. അവിടെ ഷെഡിലെ പൈസ എന്താ കട്ടി എനിക്ക് പറഞ്ഞാൽ മതി. പൈസ തരണ്ടേ? കാരണം ഞങ്ങളിത് വീക്കെൻഡിൽ ആഴ്ചയിൽ എടുക്കേണ്ടതാണ്. അധികമാണെന്ന് സത്യം പറഞ്ഞു. പൈസ കൊണ്ടോ പിടിക്കുമ്പോഴും ഫുൾ ഫിറ്റായിരുന്നു. ഇത്ര തോനെ കുടിച്ചാൽ കഴിയോ? തരുന്നില്ല പൈസ. അതെ സാർ, എത്ര പൈസ രാത്രി എവിടെയും ഒളിപ്പിച്ചേക്കണ പൈസ ഇതിവിടെ കുട്ടിയിട്ട് എവിടെ എങ്ങനെയാ ഉണ്ടായത്? ഒരു കവറുണ്ടല്ലോ. 7,000 റുപ്യാണ് കവറിൽ കൊണ്ടുപോയത്. 7,000 റുപ്യ പോക്കറ്റിൽ പോലും അറിയില്ല. ക്യാമറ കാണിച്ചാൽ മാനുവാ 77,000 ഉണ്ടാവും. ആണ് 7,000 എന്ന് പറയണ്ടേ? 7 റുപ്യ കുറച്ചതാണ്. ആദ്യം ഇവരെ കൈക്ക് കിട്ടിയതുകൊണ്ട് കഴിച്ചിലായി. ഞങ്ങളെ കൈക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ ശരിയായിട്ടുണ്ടാവില്ല. കോഴിക്കോട് വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടിയത്.
മുജിബ് എന്ന് വിളിക്കുന്ന ഇയാൾ സ്ഥിരം മോഷ്ടാവാണെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് പള്ളിയിലെ ഭണ്ഡാരം കുത്തി തുറന്ന് ഇയാൾ മോഷണം നടത്തിയത്. CCTV ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും പ്രചരിച്ചിരുന്നു. ന്യൂസ് 99 കോട്ടക്കൽ.